എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഗ്യാസ് ഓൺ ചെയ്തു. ചീനിച്ചട്ടി വെച്ചു. നന്നായിട്ട് ചൂടായി. 2 ടേബിൾ സ്പൂണ് എണ്ണ നമ്മൾ ഒഴിക്കുവാണേ. 2 ടേബിൾ സ്പൂൺ ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ എല്ലാം ഒഴിക്കുക. അത് കഴിഞ്ഞ് അത് ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ തന്നെ 1/2 ടീസ്പൂണ് കടുക്, പിന്നെ 1 ടീസ്പൂൺ 1 സ്പൂണ് നമ്മളെ ജീരകം കൂടെ ഇടുകയാണ്. രണ്ടും കൂടെ ഒന്ന് മൂത്തോട്ടെ. കഴിഞ്ഞാൽ മതി. അതിനിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മൂപ്പിക്കട്ടെ. 7 പച്ചമുളക് എരിവുള്ളതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് 1 കുടം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് ഞാൻ 3 കുടം നല്ലപോലെ ഒന്ന് ഇളക്കിക്കോട്ടെ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണ് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിടാം ഇനിയും കേട്ടോ. 1/2 സ്പൂൺ ഉപ്പും കൂടി ഇടുകയാണ്. പോരായെങ്കിൽ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോരായെങ്കിൽ കുറച്ചുകൂടി ഇടാം കേട്ടോ. പിന്നെ എനിക്ക് ഈ കപ്പയുടെ ഗുണം പറയാനുള്ളത്, നമ്മൾ ഏതെല്ലാം ആഹാരം കഴിച്ചാലും കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞ് പേടിയാണ്. പക്ഷേ കപ്പയ്ക്ക് കഴിച്ചാൽ നല്ലതാണ്. കൊളസ്ട്രോള് കൺട്രോളിൽ തന്നെ നിൽക്കുന്നൊരു സാധനമാണ്. കപ്പയിൽ 1% പോലും കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരു ആഹാരമാണ് കേട്ടോ. കഴുകിയെടുത്തിട്ട് കുക്കറിലോട്ട് അതിനെ ഇടുക. കഴുകിയ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതേണ്ടേ വെള്ളം കണ്ടോ, നമ്മുടെ കപ്പ മുങ്ങിക്കിടക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ വെന്തൂന്ന് കളയുമ്പോൾ ഊറ്റി അങ്ങ് കളഞ്ഞും വെച്ച് നമുക്ക് എടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് നമ്മൾ ഇതിനകത്തിൽ ഇടുകയാണ്. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് കോരിയെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്തെന്ന്. എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞും വെച്ച് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മളുടെ കപ്പ വെന്തു, വെള്ളം ഊറ്റിക്കളഞ്ഞു. അതിനെടുത്തു നമ്മൾ മസാലയ്ക്കകത്തിലോട്ട് ഇട്ടു. നന്നായിട്ട് കുഴച്ചിളക്കി. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കണ്ടോ. ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെ നല്ലൊരു പാത്രത്തിനകത്തിലോട്ട് കോരിയെടുത്തിട്ട് ഉപ്പുമൊക്കെ പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടെല്ലാം കോരിയെടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ട് തരണേ. എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.